സ്പൈസ് സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ പനീറിന്റെ റെസിപ്പിയാണ്. ഇത് പനീറിന്റെ പെപ്പറിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് പനീർ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പനീർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ പനീർ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീർ, 1 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മസാല, ആദ്യം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസ് ആവാതെ ഇതൊന്ന് കുഴച്ചെടുക്കുക. മൈദയും കോൺഫ്ലോറും എല്ലാം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസ് ആകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഇനി ഈ പനീറിന് ഒരു എക്സ്ട്രാ ക്രിസ്പി കോട്ടിംഗ് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് സൈഡിൽ വെച്ചിട്ട് ആദ്യം നമുക്കിത് ഈ ബാറ്ററിലേക്ക് കുഴച്ചെടുക്കാം. പനീറിട്ട് ഇതുപോലെ കോട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പനീർ നല്ല ക്രിസ്പി ആയിരിക്കും. സൈഡിലേക്ക് ഇതുപോലെ എല്ലാ പനീറും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീറിനെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കൂ, ഞാൻ നമ്മുടെ പനീറിനെ ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പനീർ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ്. ഇനി ഇതിനകത്തേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പനീറിൻ്റെ അളവനുസരിച്ച് സവാളയുടെയൊക്കെ അളവ് മാറ്റം വരും. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അതിനാണ് 2 വലിയ സവാള എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കുക. സവാള ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇത് വഴറ്റി കൊടുത്താൽ മതി. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക്
ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സോസസ് ഒക്കെ എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ക്യാപ്സിക്കം ഉള്ളിയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ സോയാ സോസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് സോയാ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഞാനിവിടെ ഷെസ്വാൻ സോസാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഷെസ്വാൻ സോസ് ഇല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസോ റെഡ് ചില്ലി സോസോ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്താലും മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഷെസ്വാൻ സോസ് ഉള്ളതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ഈ കറിക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സോസിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇത് വഴറ്റി കൊടുക്കുക. സോസ് എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് നമുക്ക് ആ നല്ലൊരു കോട്ടിങ് കിട്ടാനാണ്. നമ്മൾ പനീർ ചേർത്തതിന് ശേഷം ഈ സോസ് എല്ലാം നന്നായിട്ട് അതിലേക്ക് ബൈൻഡ് ആവാൻ വേണ്ടിയാണ് ഞാനിത് ചേർത്തത്. ഒരുപാട് ആവശ്യമില്ല, കുറച്ച് മതി. ഇനി നിങ്ങൾ ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. സോസുകളിൽ ഉപ്പുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവിൻ്റെ അളവ് വേണ്ടത് അത്ര ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3/4 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സോസുകളുമായി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പനീറും സോസുകളും എല്ലാമായിട്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് പിടിക്കാനായിട്ട് ഒരു മിനിറ്റ് ഇതിങ്ങനെ ഇട്ടേക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. സോസെല്ലാം ഇതിൽ നന്നായി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പെപ്പർ പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയില്ലേ? നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.